കേരളത്തിലുള്ള ദസൂഖി, നഷ്കബന്ദരി, ഇങ്ങനെ ഖാദിരിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ത്വരീഖത്തുണ്ടല്ലോ. ഈ ത്വരീഖത്തുകൾക്കൊക്കെ ഈ അനൽ ഹക്ക് വിശ്വാസമുണ്ട്. ഞാനാണ് പഠിച്ചോൻ എന്നുള്ള ആ വിശ്വാസത്തിലേക്ക് തന്നെ കുറച്ചുകൂടി ചിട്ടയും ആചാരവും, രാവിലെ കുറച്ച് വെറുതും ദിക്റുകളും വൈകുന്നേരം കുറച്ച് ദിക്റുകളും ഒക്കെ ആയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സൂഫീസാണ് ആരാചരിക്കുന്നത്. പിന്നെ ഈ ത്വരീഖത്തുകാർ ആചരിക്കണം. മറ്റേതൊരു പുകട്ട സൂഫീസാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ ത്വരീഖത്തും ഇതുപോലെ തന്നെ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു വര വരച്ചു, നമുക്കൊക്കെ അറിയണതാണ്. പിന്നെ നേരെ ഒരു വര വരച്ചു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരുപാട് വരകൾ വരച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാദിഹി സുബുൽ, ഈ വഴികളുണ്ടല്ലോ, ഈ നേർവഴിയല്ലാത്ത ഈ ഒരുപാട് വഴികൾ, ലൈസ മിൻഹാ സബീലുൻ ഇല്ലാ അലൈഹി ശൈത്വാനുൻ യദ്ഉ ഇലൈഹി, ആ വഴികളിലൂടെ എല്ലാം ക്ഷണിക്കുന്നത് അത് പിശാച് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ അൻആമിന്റെ 153ാമത്തെ വചനം ഓതുകയാണ്. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ എന്ന വചനമാണ്. ഇതാണ് നേരായ പാത, അത് നിങ്ങൾ സ്വീകരിക്കുക, മറ്റു വഴികളെ നിങ്ങൾ സ്വീകരിക്കരുത്, അത് നിങ്ങളെ അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് തെറ്റിച്ചു കളയുമെന്ന അല്ലാഹുവിന്റെ താക്കീത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളുടെ ജീവിതത്തിൽ തന്നെ പിന്നെ നമ്മളോട് പറഞ്ഞതാണ്. മറ്റു വഴികളെയല്ല, തോന്നിയതുപോലെ തന്റെ ഇച്ഛകൾക്കനുസരിച്ച് മതത്തെ സൃഷ്ടിക്കലല്ല, അല്ലാഹുവും റസൂലും പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ മതത്തെ മനസ്സിലാക്കാനാണ് നമ്മൾ